السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. വേദിയിലുള്ള SKSMന്റെ നേതൃത്വമേ, ഈയുള്ളവന്റെ ശബ്ദം സദസ്സിലും മീഡിയകളിലും ചുറ്റുമായി കേട്ടുകൊണ്ടിരിക്കുന്ന സത്യാന്വേഷി സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ ഈ മുടിപ്പിൽ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന SKSM സൗത്ത് കർണാടക സലഫി മൂവ്മെന്റ്, ഇതിന്റെ കീഴിൽ നടത്തപ്പെടുന്ന ഈ ദഅവ സംരംഭത്തിൽ ഈ ഉള്ളവനോട് സംസാരിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള വിഷയം, 2-3 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ SKSM ഇവിടെ വെച്ച് നടത്തിയ ദഅവ പരിപാടിക്ക് മറുപടി എന്നോണം അടുത്ത് പരിസര പ്രദേശത്ത് തന്നെ നമ്മുടെ മറ്റു സംഘടനകൾ ഉത്തരം എന്ന നിലക്ക്, മറുപടി എന്ന നിലക്ക് ആ രൂപത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. അന്നിവിടെ എത്തിച്ചേർന്ന് സംസാരിച്ചിട്ടുള്ള സഹോദരൻ വഹബ് സഖാഫി മമ്പാട് എന്നുള്ള ഒരു വ്യക്തിയാണ്. തൗഹീദി പ്രസ്ഥാനത്തെ പറ്റി, സലഫി പ്രസ്ഥാനത്തെ പറ്റി ജനങ്ങൾ പ്രഭാഷണങ്ങളിലേക്ക് ആകൃഷ്ടരാവുകയും 3-4 പരിപാടികൾ ഒരു സ്ഥലത്ത് സംഘടിപ്പിച്ച് അവിടെ വിശുദ്ധ ഖുർആനും സുന്നത്തും യഥാ രൂപത്തിൽ ജനങ്ങൾക്ക് മുമ്പിൽ ഓതിക്കൊടുത്താൽ ആളുകളത് ചെവി കൂർപ്പിച്ച് കേൾക്കാനും തുടർന്ന് വീണ്ടും അത്തരം സദസ്സുകളെ തേടിപ്പോകുന്നതും, ഇത് കണ്ടും അനുഭവിച്ചും ഭയവിഹ്വലരായ ആളുകൾ ഇതിന് കുപ്രചരണങ്ങൾ ചേർത്ത് ആരോപണങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ ഇവിടെ പ്രസംഗത്തിലൂടെ സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ആ ആരോപണങ്ങളിൽ 1-2 ആരോപണങ്ങൾ എടുത്തുകൊണ്ട് അത് എന്താണ് അതിന്റെ രൂപം, രീതി എന്നുള്ള ഭാഗമാണ് ഇൻഷാ അല്ലാഹ് ഒരല്പം എനിക്ക് നൽകപ്പെട്ട ചുരുങ്ങിയ ഈ സമയത്ത് ഇൻഷാ അല്ലാഹ് സംസാരിക്കുവാനുള്ളത്. അദ്ദേഹം നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് വഹാബികൾ എന്നുള്ളതാണ്. വഹാബ് 3-ാം അധ്യായം സൂറ ആൽ ഇംറാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി തരുന്ന വാക്കുണ്ട്, ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുവേ, നീയാണ് വഹാബ്.
ആ വഹാബ് എന്ന പദത്തോട് ചേർത്ത് നമ്മെപ്പറ്റി പറയുകയാണെങ്കിൽ സന്തോഷമാണ്. അള്ളാഹുവിന്റെ നാമമായി സ്വീകരിച്ചതാണല്ലോ അൽ വഹാബ് എന്നുള്ള ആ ഒരു നാമം. അപ്പോ വഹാബികൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ആളുകൾ എന്നാണ്. അപ്പൊ ഈ വഹാബികളായ ആളുകൾക്ക് മറുപടി പറയുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പാർട്ടിയിലുള്ള ആളുകൾക്ക് എതിരായി പ്രസംഗിക്കുക, എതിരായി പറയുക, എതിരായി കുപ്രചനങ്ങൾ നടത്തുക എന്ന് പറഞ്ഞാൽ അവര് ഔലിയാഉള്ളയാണോ അല്ലെങ്കിൽ ഔലിയാഉ ശൈത്താനാണോ നമുക്ക് തന്നെ തീരുമാനിക്കാം. പിന്നീടോ രണ്ടാമത് മഹാനായ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടാണ് ഈ പേര് പറയുന്നതാണെങ്കിൽ, അദ്ദേഹത്തോട് ചേർത്ത് പറയുകയാണെങ്കിൽ, അറബി ഭാഷ പറയുന്നവരുടെ അടുത്ത് കലാലയങ്ങളും മറ്റുമുണ്ടല്ലോ, നിസ്ബ ചെയ്യേണ്ടത് എവിടേക്കാണ്? ഒരു വ്യക്തിയിലേക്ക് നിസ്ബ ചെയ്യുകയാണെങ്കിൽ വഹാബിന്റെ മകൻ മുഹമ്മദ്, അപ്പോ നമുക്ക് പറയപ്പെടേണ്ട പേര് മുഹമ്മദീങ്ങൾ എന്നാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കാര്യമായി ധാരണയില്ലാത്ത ആളുകൾ വഹാബികൾ എന്ന് ഉപ്പാന്റെ പേരിനോട് നിസ്ബ ചെയ്ത് പറയുമ്പോ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന ആളുകൾക്ക് ഇതുമായി എത്രമാത്രം അറിവും അടുപ്പമുണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. എന്തുമാകട്ടെ സഹോദരങ്ങളെ, ഇവിടെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനോട് ചേർത്താണ് ഈ പേരുകൾ പറയുന്നത്. മക്ക പ്രാന്ത പ്രദേശങ്ങളിൽ അവിടെ അതാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നബിയുമായി ബന്ധപ്പെട്ട് നബി തങ്ങൾ ദൗത്യ നിർവഹണം നടത്തി പോയതിനു ശേഷം അവിടെ വിവിധ തരം ദർഗകളും മറ്റുമായി കടന്നു വന്ന തുർക്കി ഭരണകൂടം, ഉസ്മാനിയ ഭരണകൂടം. ആ ഉസ്മാനിയ ഭരണകൂടമാണ് ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ഖുബ്ബകളും മറ്റും ഖബർ കെട്ടിപ്പൊന്തിക്കളും ആ രൂപത്തിലൊക്കെയുള്ള ആചാരങ്ങൾ തുടങ്ങി വെച്ചത്. അതിനെതിരെ ശക്തമായി പ്രബോധനം നടത്തുകയും ആ ജനങ്ങൾക്കിടയിൽ ദഅവത്ത് നടത്തുകയും വിശുദ്ധ ഖുർആനും സുന്നത്തും യഥാവിധി പഠിപ്പിച്ചു കൊടുത്തു. അവിടെയുള്ള ദർഗം ഇല്ലാതായി. ആൽ സഊദി ഭരണകൂടത്തെ അവിടെ അസ്തിത്വത്തിൽ കൊണ്ടുവന്നുകൊണ്ട് അവിടെയുള്ള സകലതും ഇല്ലാതാക്കി. എന്നിട്ട് തൗഹീദ് ജനങ്ങൾക്കിടയിൽ പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ അവിശ്രാന്തം പരിശ്രമിച്ച മുഹമ്മദ് അബ്ദുൽ വഹാബിന് അദ്ദേഹത്തെ പറ്റി ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള ആളുകളായിരുന്നു ഷിയാക്കൾ, ഉസ്മാനികൾ. അവർ അദ്ദേഹത്തെ പറ്റി കൃത്യമായി അജണ്ടകൾ രൂപീകരിക്കുകയും ഭരണം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ അദ്ദേഹത്തെ പറ്റി കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടുവന്നതിന്റെ കാരണത്താലാണ് ഷെയ്ഖ് ദഹ്ലാൻ ഏറ്റവും കൂടുതൽ ഖബർ ആരാധനയെ പുകഴ്ത്തിയും അനുകൂലിച്ചും പ്രസംഗിച്ച അദ്ദേഹത്തിന്റെ വാക്കുകളിലാണ് വഹാബി എന്നുള്ള പേര് നാട്ടിൽ നടപ്പിൽ വരികയും എന്നിട്ട് ആ പേരോട് ചേർത്ത് പറയപ്പെടുകയും ചെയ്തത്. അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ ടിപ്പു സുൽത്താനെ പറ്റി, മുസ്ലിങ്ങളെ പറ്റി ജനങ്ങൾക്കിടയിൽ വെറുപ്പുണ്ടാക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ ഫാസിസ്റ്റുകൾ എന്താ ഉണ്ടാക്കുന്നത്? അമുസ്ലിമീങ്ങളായ ആളുകളുടെ ദേവസ്ഥാനങ്ങളെ തകർത്ത ആളാണ്, അടുക്കരുത്, അദ്ദേഹത്തെ ചരിത്രം വായിക്കരുത് എന്നല്ലേ ഫാസിസ്റ്റുകൾ ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതേ രൂപത്തിൽ തന്നെ ഖബർ ആരാധനയും ഷിയാ വിശ്വാസവും തച്ചുടച്ചിയ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനോട് ദേഷ്യം കൊണ്ട് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പറ്റി മോശപ്പെട്ട ചിത്രീകരണങ്ങൾ ഉണ്ടാക്കി ജനങ്ങൾക്കിടയിൽ കൊണ്ടുവന്നത് ഷിയാക്കളാണ്. ആ ഷിയാക്കളുടെ ആശയങ്ങൾ പേറുന്ന നമ്മുടെ നാട്ടിൽ ആളുകൾ അദ്ദേഹത്തെ പറ്റി ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നു എന്നുള്ളത് കൂടി ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതാണ് ഒന്നാമതായി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു തരാനുള്ളത്. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി മുജാഹിദുകൾ, സലഫികൾ സാധാരണ മനുഷ്യനാക്കി ചിത്രീകരിക്കുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, മുസ്ലിമീങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സാധാരണ മനുഷ്യനാക്കി ചിത്രീകരിക്കുന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളുടെ ഒരു വികാരമാണ്. ജനങ്ങൾ ഖൽബ് കൊണ്ട് ഇഷ്ടപ്പെടുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചൊല്ലുന്നു, ആ നബിയോട് സലാം ചൊല്ലുന്നു. ഒരു വിശ്വാസിയുടെ ഈമാന് പൂർത്തിയാകുന്നത് എപ്പോഴാണ്? ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ മനസ്സിൽ നബിയോട് അങ്ങേയറ്റത്തെ സ്നേഹം പ്രകടിപ്പിക്കുമ്പോഴാണ്. ഇത് നാം അറിയുന്നവരാണ്, മനസ്സിലാക്കിയവരാണ്. അത്തരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുജാഹിദുകൾ സാധാരണ മനുഷ്യനാക്കി
വെറും ഒരു പയ്യനാക്കി, ഒന്നുമില്ലാത്തവനാക്കി എന്ന് ജനങ്ങൾക്ക് മുമ്പിൽ പ്രസംഗിച്ച് ഫലിപ്പിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന സാധാരണക്കാരായ ആളുകളുണ്ടല്ലോ, അവരെന്തു പറയും? മുഹമ്മദ് നബിയെ കൊച്ചാക്കുന്ന, പരിഹസിക്കുന്ന ഈ മുജാഹിദുകളുടെ പ്രസംഗം ഞാനിനി കേൾക്കാൻ പോവുകയില്ല, ഞാനിനി അത് അവരെ കാണാൻ പോവുകയില്ല, ഒരു ബന്ധവും ഉണ്ടാവുകയില്ല. ഇതാണ് ഇവിടെ വന്ന മമ്പാടുകാരനായ സഖാഫിയുടെ ശ്രമിച്ചത്. യഥാർത്ഥത്തിൽ ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബശരിയത്തിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അത് ഇവിടെ പാടുന്ന ഈ ബുർദകളിൽ പാടുന്ന ബൂസൂരിയുടെ ബുർദയിൽ പോലും പറയുന്നുണ്ട്. നോക്കണം, പലയിടങ്ങളിലും അത് നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി തന്നെ പറഞ്ഞു തന്നതായ കാര്യങ്ങൾ. ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. നമുക്ക് മുഹമ്മദ് നബിയെ പറ്റി കിട്ടിയ അറിവുണ്ടല്ലോ, നമ്മുടെ കല്യാണ വീട്ടിലും അല്ലെങ്കിൽ നബിദിന സദസ്സുകളിലെല്ലാം ഈ പാടുന്ന ഈ കവിത എഴുതിയ, ശിഅർ എഴുതിയ ബൂസൂരിയുടെ ബുർദയിൽ നിന്നാ ഞാൻ വായിച്ചത്. എന്താ? അദ്ദേഹത്തെ പറ്റി കിട്ടിയ അറിവ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി കിട്ടിയ നമ്മുടെ അറിവ്, അദ്ദേഹം മനുഷ്യനാണ്. വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. അദ്ദേഹം അഷ്റഫുൽ ഖൽഖാണ്. ഇത് നമ്മൾ അംഗീകരിക്കുന്നില്ലേ? നമ്മൾ രണ്ട് സൂറത്തുകളിൽ, സൂറത്തുൽ ഫുസ്സിലത്ത്, അതേ രൂപത്തിൽ സൂറത്തുൽ നമ്മൾ കഹ്ഫിൽ, രണ്ട് സ്ഥലങ്ങളിൽ എന്താ നമ്മൾ പറയുന്നത് നോക്കണം. എന്താ നബി തങ്ങൾ പറയുകയാണ്? ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും. പറയൂ പ്രവാചകരെ, പ്രഖ്യാപിക്കൂ, ഞാൻ നിങ്ങളെ പോലെയുള്ള മനുഷ്യനാണ്. ഖുർആൻ പറഞ്ഞത് ജനങ്ങൾ അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും. അതിനർത്ഥം ഞങ്ങൾ നബിയെ പറ്റി സാധാരണ മനുഷ്യനാക്കി എന്ന അർത്ഥത്തിൽ എങ്ങനെയാണ്? നബി മനുഷ്യനാണ്, ഉമ്മയും ഉപ്പയും ഉണ്ട് നബിക്ക്. നബിക്ക് വിശപ്പുണ്ട്, നബിക്ക് വേദനയുണ്ട്. തന്റെ കുട്ടി ഇബ്രാഹിം മരണപ്പെട്ട വേളയിൽ നബി തങ്ങൾ കരഞ്ഞിട്ടുണ്ട്. വികാരങ്ങളുണ്ട്, വിചാരങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറവി സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ നബി തങ്ങൾ പറയാണ്, യൂഹാ ഇലയ്യ, എനിക്ക് വഹി നൽകപ്പെടുന്നു. നബി തങ്ങൾക്ക് മുഅ്ജിസത്തുണ്ട്. നമസ്കരിക്കും വേളയിൽ പിന്നിൽ സഫിൽ കണ്ട ചില ന്യൂനതകളെ നബി പിന്നോട്ട് തിരിഞ്ഞു നോക്കാതെ പരിഹരിച്ചിട്ടുണ്ട്. കൈകൾ വിരലുകൾക്കിടയിൽ വെള്ളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈകളിൽ നിന്ന് വീണിട്ടുണ്ട്. അതേ രൂപത്തിൽ ഖന്തഖ് യുദ്ധവേളയിൽ പാത്രത്തിൽ നിന്ന് ഒരൽപ്പം ഭക്ഷണം ഇരട്ടിപ്പിച്ച് കൊടുത്ത ആ മുഅ്ജിസത്ത് നടന്നിട്ടുണ്ട്. ഒരുപാട് സംഭവങ്ങൾ ഉണ്ട്. നബി തങ്ങൾ രാത്രി നോമ്പ് നോറ്റിട്ടുണ്ട്. സൗമുൽ വിസാൽ എന്ന പേരാണ്. ആ സമയത്ത് നബി പറയുകയാണ്, ഇന്നി ലസ്തു മിസ്ലക്കും, ഞാൻ നിങ്ങളെ പോലെയുള്ളവനല്ല എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നി ഉത്അമു വ ഉസ്ഖാ, എനിക്ക് രാത്രി ഭക്ഷണം നൽകപ്പെടും, വെള്ളം നൽകപ്പെടും, എന്നാൽ ഈ നോമ്പ് നിങ്ങൾക്ക് പറ്റുകയില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രകൃത മനുഷ്യനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാന്റെ പ്രകാശത്തിന്റെ ഭാഗമാണ് എന്ന് ഈ സൂഫികൾ കൊണ്ടുവന്ന വാദത്തോട് ചേർത്തിട്ടാണ് ഇവരിങ്ങനെ പൊക്കി പറയുന്നത്. നബി തങ്ങൾ നൂറല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിച്ചതല്ല, അത് മലക്കുകളാണ്. ആ ഒരു ഭാഗത്ത് പറയുമ്പോ ഞങ്ങൾ പറയുന്നു, അല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹുദ് യുദ്ധ വേളയിൽ മുമ്പലുകൾ പൊട്ടി രക്തം വീണിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടേതാ പൊട്ടക്കിണത്തിലേക്ക് വീണിട്ടുണ്ട്. കാലിന്റെ മുട്ട് പൊട്ടിയിട്ടുണ്ട്. ആ ഒരു അർത്ഥത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മനുഷ്യപ്രകൃതമാണ് എന്ന രീതിയിൽ ഖുർആൻ പഠിപ്പിച്ച ഭാഗമാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ വെറുപ്പുണ്ടാക്കി നമ്മുടെ സദസ്സുകളിലേക്ക് ജനങ്ങളെ എത്തിക്കുന്നതിനെ തൊട്ട് തടയാൻ സാധിക്കുമെന്ന് ഇത്തരം പൗരോഹിത്യം വിചാരിക്കുകയാണെങ്കിൽ അത് വെറും ഒരു വ്യാമോഹം മാത്രമാണ് എന്നാണ് രണ്ടാമത്തെ ആരോപണവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. മൂന്നാമതായി അദ്ദേഹം പറയുന്നത് നോക്കണം, വികാരം കൊള്ളിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ ശബ്ദം ചുറ്റും കേൾക്കുന്ന സഹോദരങ്ങളോട് പറയാനുള്ളത്, അദ്ദേഹം വാക്കുകളിൽ കൊണ്ടുവന്ന തിരിമറി സ്നേഹത്തോടെ ഉണർത്തുക മാത്രമാണ്. അദ്ദേഹത്തോട് വെറുപ്പില്ല. ഇതിനെ കേട്ട് ഇത് പറഞ്ഞ അദ്ദേഹത്തോട് വെറുപ്പില്ല. അദ്ദേഹത്തെ നാം സത്യപാതയിലേക്ക് ക്ഷണിക്കുകയാണ്. നോക്കാം, മൂന്നാമതായി അദ്ദേഹം പറയുകയാണ്, നിന്റെ ഉമ്മയുണ്ടല്ലോ, നിന്റെ ഉപ്പയുണ്ടല്ലോ, നിന്റെ ഉസ്താദുണ്ടല്ലോ. അപ്പൊ എല്ലാം ആലോചിക്കും, ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, ഉസ്താദുണ്ട്. എന്നിട്ട് പറയുകയാണ്, നിന്നെ ലേബർ റൂമിൽ നിന്ന് കൊണ്ടുവരികയാണ്. ഉപ്പയതാ നിന്റെ ചെവിയിൽ ബാങ്ക് ഓതുന്നു, ബാങ്ക് വിളിക്കുന്നു. ഉമ്മ അതേ രൂപത്തിൽ ഇടത് ചെവിയിൽ ഇഖാമത്ത് ഓതുന്നു.
ഇഖാമത്ത് വിളിക്കുന്നു. ആദ്യമായി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് തൗഹീദ് പഠിപ്പിച്ചത് നിന്റെ ഉപ്പയല്ലേ? ആ ഉപ്പയെ നീ ഈ മുജാഹിദുകളുടെ പ്രോഗ്രാമിലേക്ക് ചേർന്ന് അവരാശയം മനസ്സിലാക്കി ഉൾക്കൊണ്ടാൽ നീ തള്ളേണ്ടി വരും. രണ്ടാമതായി അതാ നിന്റെ അതരങ്ങളിലേക്ക് അതാ മുലപ്പാല് വിട്ടു തന്നതിന്റെ ഉമ്മയെ തള്ളേണ്ടി വരും. ഉമ്മയതാ തൊട്ടിൽ വെച്ചുകൊണ്ട് നിന്നോട് അള്ളാഹുവിന്റെ വഹദാനിയത്തല്ലേ പറഞ്ഞിരുന്നത്? ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി എന്ന് പഠിപ്പിച്ചു തന്ന ഉമ്മയില്ലേ, ആ ഉമ്മയെ നീ തള്ളി പറയേണ്ടി വരും. അപ്പോൾ ഇദ്ദേഹം പ്രസംഗിക്കുകയാണ്. മൂന്നാമതയാതാ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് നിനക്ക് അള്ളാഹു എന്ന പദത്തിന്റെ ആദ്യാക്ഷരം അലിഫ് പഠിപ്പിച്ച ആ ഉസ്താദിനെ നിന്നെ തള്ളേണ്ടി വരും. അവരെല്ലാം നരകത്തിലാക്കി നീ എന്ത് നേടാനാണ്? സാധാരണ ഈ പ്രസംഗം കേൾക്കുന്ന ആളുകള് ആന്ന് വിചാരിച്ചു പോവും. ആളുകൾ വികാരം കൊള്ളിച്ച് ഇത്തരം ദീനി സദസ്സിൽ നിന്ന് തടഞ്ഞു നിർത്താനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ഈ ചോദ്യം ഇത് മറ്റൊരു രീതിയിലാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. എന്നതിന്റെ ഉപ്പാപ്പ നരകത്തില, ഉമാമ നരകത്തില, ഈ ശൈലി മാറ്റി ഈ ഒരു പുതിയ ശൈലിയിൽ ഇദ്ദേഹം ഇവിടെ കൊണ്ടുവന്നു. കാരണം നേരത്തെ പറഞ്ഞ ശൈലി പലപ്പോഴും കൊണ്ടുവന്നപ്പോ കൃത്യമായ വ്യക്തമായ മറുപടി നമ്മുടെ സഹോദരങ്ങൾ നൽകിയ കാരണത്താലാണ്. ഇവിടെയാണ് ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചു തരുന്നത്. അന്ന ഫിർഔന ലമ്മാ അഖ്ബറഹു മൂസ ബിഅന്ന റബ്ബഹു അല്ലദീ അർസലഹു, മൂസാ നബി അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ഫിർഔനിന്റെ സദസ്സിലേക്ക് ചെന്ന വേളയിൽ അവിടെ റിസാലത്ത് പഠിപ്പിച്ചു കൊടുത്തു. ഞാൻ അള്ളാന്റെ ദൂതനാണെന്ന് പഠിപ്പിച്ചു കൊടുത്തു. തൗഹീദ് അംഗീകരിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുത്തു. കൊടുത്ത വേളയിൽ ആ സന്ദർഭത്തിൽ ഫിർഔന് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഫമാ ബാലുഹും ഇദാ കാനൽ അംറു കമാ തഖൂൽ, നീ പറഞ്ഞത് ശരിയാണെങ്കിൽ നിന്റെ ഉപ്പാപ്പാന്റെ അവസ്ഥ എന്താ? നിന്റെ ഉമ്മാമാന്റെ അവസ്ഥ എന്താ? മൂസ ലം യഅബുദു റബ്ബക ബൽ അബദു ഗൈറഹു, അവരാരാധിച്ചത് നീ ആരാധിക്കുന്ന റബ്ബിനെയല്ലല്ലോ, അവർ മറ്റൊരു എന്താണ് വിഗ്രഹങ്ങളെ ആരാധിച്ചവരല്ലേ. ഫമാ ബാലുൽ ഖുറൂനിൽ ഊലാ, സൂറത്തു ത്വാഹ 50, 51, 52 വചനങ്ങളിൽ അവരുടെ അവസ്ഥ എന്താണ്? അപ്പോൾ ഖുർആന് പറഞ്ഞു കൊടുത്തിരുന്ന വാക്കുകൾ നോക്കണം. ഇൽമുഹാ ഇൻദ റബ്ബി ലാ യളില്ലു റബ്ബി വലാ യൻസാ. അതിനൊന്നും നീ ഉത്തരം നോക്കേണ്ട ആവശ്യമില്ല. ഉമ്മ ഉപ്പയുടെ വിചാരണ അള്ളാഹ് നോക്കും. അവരുടെ വിചാരണ അള്ളാഹ്ക്കാണുള്ളത്. നീ നിന്റെ കാര്യമാണ് നോക്കേണ്ടത്. പരലോകത്തെത്തിയാലും നഫ്സി നഫ്സി എന്നാ പറയുന്നത്. ഇത് അള്ളാഹ് പഠിപ്പിച്ചു കൊടുത്ത മറുപടിയല്ലേ? ഇവിടെയാണ് സഹോദരങ്ങളെ ഇസ്ലാം കൃത്യമായി അത്തരം വികാരം കൊള്ളിക്കലിൽ ഒരിക്കലും ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ശ്രദ്ധിക്കേണ്ടതില്ല. പിന്നെ അദ്ദേഹം ചോദിക്കുന്ന ഒരു കാര്യം, നിന്റെ വിവാഹം ചെയ്തു തന്ന ഉസ്താദ് ഉണ്ടല്ലോ, അദ്ദേഹത്തെ നീ കാഫിറാക്കിയില്ലേ? ആ കാഫിറാക്കി കഴിഞ്ഞാൽ അദ്ദേഹം നടത്തി തന്ന വിവാഹം അത് ബാത്തിലായില്ലേ? നീ ചെയ്യുന്നത് വ്യഭിചാരമല്ലേ? അൽ-ഉം എന്ന് പറയുന്ന പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന കിതാബുണ്ട്. അതിദ്ദേഹം പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ കിതാബിൽ അർക്കാനുൻ നിക്കാഹ്, നിക്കാഹിന്റെ റുക്കുനുകൾ, നിക്കാഹിന്റെ ഷർത്തുകൾ പഠിപ്പിക്കുന്ന അധ്യായമുണ്ട്. അതിൽ കാണാം വലാ യജൂസു നിക്കാഹു ഇല്ലാ ബിവലിയിൻ വശാഹിദൈ അദ്ലിൻ, 2 സാക്ഷികളും വലിയും വേണം. വരിളൽ മൻകൂഹ, കെട്ടപ്പോൾ ആ പെണ്ണിന്റെ സമ്മതം വേണം. അവരുടെ സമ്മതം പരസ്പരം വേണം. ഇതുമായി ബന്ധപ്പെട്ട് എവിടെയാ ഈ ഖത്തീബിന്? പിന്നെ എന്തിനാ നിങ്ങൾ ചോദിക്കും, അപ്പൊ നിങ്ങൾ ഖത്തീബിന് എന്തിനാ വിളിക്കുന്നത് എന്നല്ലോ. ഖത്തീബ് എന്ന് പറയുന്നത് അവിടെ എത്തിക്കഴിഞ്ഞാൽ കല്യാണം കഴിക്കാൻ നിൽക്കുന്ന ആള് എത്ര വലിയ ജിമ്മനാണെങ്കിലും കൈകിടുകിടുകിടുകിടുകിടുന്ന് വിറക്കും. പറയുന്ന വാക്കുകൾ തെറ്റിപ്പോകും. അവസാനം എന്തോ ചിലപ്പോൾ എന്താവും, തലകറങ്ങി പോലും വീഴും, ചിലപ്പോൾ ബോധം കെട്ടുപോകും. ഇതാണ് അവസ്ഥ. അപ്പോൾ സഹായിയായി കൂടെ നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ എന്നല്ലാതെ അവിടെ ഈ ഖത്തീബ് നിക്കാഹ് നടത്തി കൊടുക്കുന്ന ഒരാൾക്ക് ഇവിടെ വലിയ പ്രസക്തിയൊന്നുമില്ല. ഇത് പേടിപ്പിക്കാനാ, ആളുകളെ ഭയപ്പെടുത്താനാ. അതായത് മുജാഹിദിലേക്ക് ഒരാൾ കയറിക്കൂടിയാൽ പിന്നീട് അവൻ നടത്തുന്നത് മൊത്തം വ്യഭിചാരമാണ് എന്ന നിലക്ക് ജനങ്ങൾക്കിടയിൽ ആ ഒരു ചിന്ത കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് അദ്ദേഹം പറയുന്ന വാക്കുകൾ നോക്കണം. ആദം നബി തൊട്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതാ തവസ്സുൽ ഇടത്തേട്ടം നടത്തിയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് വഹുവല്ലദീ തവസ്സല ബിഹി ആദം. മൗലൂദ് ഓതുന്ന സദസ്സുകളിലെ
സദസ്സുകളിലെ അവിടെ ഈ ആദം എന്ന് കേൾക്കുമ്പോൾ ആളുകൾ ഇവിടെ ചുറ്റുമുണ്ടല്ലോ സഹോദരങ്ങൾ കേൾക്കുന്നവർ അലൈഹിസ്സലാം എന്ന് പറയും. ഇവിടെ എന്താ പറയുന്നത്? ഒരു മൗദൂ ആയ ദുർബലമായ ഹദീസാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് ചെറിയൊരു നയവൈകല്യം സംഭവിച്ചല്ലോ. ഫലാ തഖ്റബാ ഹാദിഹി ശജറ ഫതകൂനാ മിനൽ ളാലിമീൻ. രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറ. ഈ മരത്തോട് അടുക്കരുത് അല്ലാഹു കൽപ്പിച്ചു. എന്നാൽ ആ ഇബ്ലീസ് അവരെ പ്രേരിപ്പിക്കുകയും ഫഅകലാ മിൻഹാ ഫബദത് ലഹുമാ സൗആതുഹുമാ വതഫിഖാ യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയാണ്, അവരത് കഴിച്ചു, അവരുടെ ഔറത്ത് വെളിവായി, അവരാകെ ഭയപ്പെട്ടു. അങ്ങനെ അതാ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എന്ത് പറയണമെന്ന് അവര് പേടിച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ ഇതിൽ കാണാം, ലമ്മഖ്തറഫ ആദമുൽ ഖതീഅ, ആദം നബിയിൽ നിന്ന് നയവൈകല്യം സംഭവിച്ചപ്പോ ഖാല, അദ്ദേഹം പറഞ്ഞു, യാ റബ്ബി അസ്അലുക ബിഹഖി മുഹമ്മദിൻ ഇല്ലാ ഗഫർതലി, ഞാനതാ മുഹമ്മദ് നബിയെ വസീലയാക്കി ചോദിക്കുന്നു, എനിക്ക് പുറത്തു തരണം. അല്ലാഹ് ആകെ അത്ഭുതപ്പെട്ടു അത്രേ. ഇവര് പറയുകയാണ് എന്താ, യാ ആദമു കൈഫ അറഫ്ത മുഹമ്മദൻ, അല്ലയോ ആദമേ മുഹമ്മദിനെ നിനക്ക് എങ്ങനെ അറിയാം, മുഹമ്മദ് നബിയെ നിനക്ക് എങ്ങനെ അറിയാം, വലം അഖ്ലുഖുഹു ബഅദു, ഞാൻ മുഹമ്മദ് നബിയെ സൃഷ്ടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ആദം നബി പറയാണ്, അങ്ങനെയല്ല, എന്നെ നീ സൃഷ്ടിച്ച വേളയിൽ റഫഅതു റഅസി, ഞാൻ എൻ്റെ തല ഉയർത്തുകയാണ്. അല്ലാഹു റൂഹ് ഇങ്ങനെ ഊതിക്കൊടുത്ത സന്ദർഭത്തിൽ തല ഉയർത്തി. ഫറഅയ്തു അലാ ഖവാഇമിൽ അർശ്, അർശിന്റെ ആ തൂണുകളിൽ ഞാൻ അവിടെ കണ്ടു, മക്തൂബൻ എഴുതപ്പെട്ടതായി, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇങ്ങനെ എഴുതിയത് ഞാൻ കണ്ടു. നമ്മളെ വീട്ടിൽ ചില പള്ളികളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് രണ്ട് സൈഡിൽ എഴുതൂലേ, അത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു പോയി, നിന്റെ പേരിനൊപ്പം ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പേര് ഉറപ്പായും നിന്നെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരിക്കും. അതുകൊണ്ട് ഞാൻ ആ പേര് വെച്ചുകൊണ്ട് ഞാൻ ആദ്യം സൂത്രം വെച്ചു. അപ്പൊ അല്ലാഹ് തൃപ്തിപ്പെട്ടു. തഥാസ്തു, നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ തഥാസ്തു, എന്താ, സഅൽതനീ ബിഹഖിഹി, മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് നീ ചോദിച്ചല്ലോ, ഫഖദ് ഗഫർതു ലക, ഞാൻ നിനക്ക് പുറത്തു തന്നിരിക്കുന്നു. ഇത് ഹദീസ് എന്നാ. മൗലൂദ് സദസ്സിലൊക്കെ ആദം നബി ഇത് ചെയ്തു എന്നാ പറയുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് മൗദൂ എന്ന് പറഞ്ഞാൽ എന്താ? മൗലൂആയ ഹദീസ്, അത് ജനങ്ങളെ പറഞ്ഞു കൊടുക്കൽ, വിവരിച്ചു കൊടുക്കൽ, ജനങ്ങൾക്ക് അതിന്റെ ഹഖീഖത്ത് പഠിപ്പിച്ചു കൊടുക്കാതെ പറഞ്ഞു കൊടുക്കൽ ഹറാമാണ്. അവൻ കള്ളനാണ്. സഹോദരങ്ങൾ, ഇദ്ദേഹം പഠിച്ച ബിരുദം മേടിച്ച ഒരു വ്യക്തിയല്ലേ. ജനങ്ങൾക്കിടയിൽ മുഹമ്മദ് നബിയെ വെച്ച് പ്രാർത്ഥിക്കണം, തവസ്സുൽ നടത്തണമെന്ന് ഇത്രയും പച്ച കള്ളം പഠിപ്പിച്ചു കൊടുക്കുമ്പോ ഉസൂൽ ഫിഖിന്റെ നിയമപ്രകാരം അജ്മൽ ഉലമാഉ അലാ തഹരീമി റിവായത്തിൽ ഹദീസിൽ മൗദൂഇ വഅദ്ദഹു കബീറത്തുൻ മിനൽ കബായിർ, പണ്ഡിതന്മാരുടെ ഇജ്മാ ഉണ്ട് ഇത്തരം ദുർബലമായ ഹദീസുകൾ വാളിനും മറ്റും ഉപയോഗിക്കുന്നത് തന്നെ അത് വൻ പാപങ്ങളിൽ പെട്ടതാണ്, ഹറാമായിട്ടുള്ള കാര്യമാണ്. കാരണം നബി തങ്ങൾ പറഞ്ഞു, മൻ ഹദ്ദസ ബി ഹദീസിൻ, ഒരാൾ ഒരു ഹദീസ് ഉദ്ധരിക്കുകയാണ്, യുറാ അന്നഹു കദിബുൻ, ഉദ്ധരിക്കുന്ന സമയത്ത് ഹദീസിനെ പറ്റി അദ്ദേഹത്തിന് ഉറപ്പില്ലെങ്കിൽ, വഹുവ മിൻ അഹദിൽ കാദിബീൻ, അവൻ രണ്ട് കള്ളന്മാരിൽ, കളവ് പറയുന്ന ആളുകളിൽ ഉൾപ്പെട്ട ആളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു അടിമക്കല്ല പോരെ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, ഇത് ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് പകരം ജനങ്ങളെ എന്താക്ക, ഈ രൂപത്തിൽ തെറ്റിദ്ധാരണ പറഞ്ഞു കൊടുക്കുകയാണ്. നാലാമത്തതായി, അഞ്ചാമത്തത് അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾക്ക് പേടിയത്രേ മൗലൂദ് പറയുമ്പോ. എന്താ, അദ്ദേഹം പറയാണ്, ഒരാള് തെങ്ങ് കയറാണ്, തെങ്ങിലെ കയറുമ്പോ താഴെ നിന്ന ആള് തെങ്ങ് കയറുന്ന ഒരാളെങ്ങനെ നോക്കാണ്, കേറി മേലെ കയറിയിട്ട് പിന്നെയും മേലെ കയറുമോൻ, പിന്നെ മേലെ കയറിയാ താഴെ വീഴുമല്ലോ, തെങ്ങിന്റെ കൊമ്പ വരെ മേലെ വരെയല്ലേ കയറാൻ പറ്റൂ, പിന്നെ കയറിയാ പിന്നെ താഴെ വീഴലല്ലേ. അതുപോലെയാണ് മുജാഹിദുകൾക്ക് പേടി. എന്താ പേടി? മുജാഹിദുകൾക്ക് ഇത്തരം മൗലൂദ് സദസ്സുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വർണ്ണിച്ചുകൊണ്ട് മദ്ഹ് ചെയ്തുകൊണ്ട് എന്നിട്ട് അല്ലാഹ് ആക്കുമോ എന്ന പേടിയാണ്. യഥാർത്ഥത്തിൽ ഞങ്ങൾ അല്ലാഹ് ആക്കുന്നില്ല, അത്തരത്തിൽ പേടിക്കേണ്ടതില്ല.
ഇത് അദ്ദേഹം പറയുകയാണ്. എന്നിട്ടോ ഇത്തരം പേടി ഉണ്ടോ ഇല്ലേ? ശറഅ എന്താണ് പഠിപ്പിച്ചു തരുന്നത്? പേടിക്കേണ്ടതില്ലേ? പേടിക്കണം. ബൂസൂരി ഇമാം, അതാണല്ലോ ഈ ബുർദയുടെ എല്ലാം തുടക്കം, മാലയുടെ എല്ലാം തുടക്കം. അദ്ദേഹം പറയാണ്, നസ്രാനികളും ജൂതന്മാരും അള്ളാനെ ദൈവപുത്രൻ എന്ന് പറഞ്ഞ ആ ഒരു തലത്തിലേക്ക് നീ എത്തണ്ട. വേറെന്ത് മധു വേണം നീ പറഞ്ഞോ. എന്ത് ഷറഫ് വേണം ചേർത്ത് നബിയോട് പറഞ്ഞു. മറ്റെന്ത് വേണം പൊക്കി പറഞ്ഞോ. ദൈവപുത്രൻ എന്ന് പറയണ്ട, ഇവർക്കിത് മതിയായി. ഞങ്ങൾ മുജാഹിദുകൾ പേടിച്ച പേടി നിബിതങ്ങൾ പേടിച്ച പേടിയാണ്. ലാ തുതുറൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം. നിങ്ങൾ എന്നെ പുകഴ്ത്തി കുളിപ്പിച്ച് കുട്ടിയില്ലാണ്ടാക്കുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതേപോലെ പുകഴ്ത്തി എന്നെ ഞാനല്ലാതാക്കരുത് നബി പേടിച്ചതാണ്. എന്നാൽ ഇവർ ചെയ്തിട്ടില്ലേ? ചെയ്തിട്ടുണ്ട്. എവിടെയാണ്? മാലകളിൽ കാണാൻ സാധിക്കും. എന്താ? മീമറ്റ അഹമ്മദ് ഞാനെന്ന് സ്വന്നോവർ, വീണ്ടും മായിനറ്റ റബ്ബ് ഞാൻ അറബ് ഞാനെന്നോവർ. മീമറ്റ അഹമ്മദ്, അഹമ്മദിൽ മീമെടുത്താൽ അഹദ്. അതിന്റെ പേരോട് ഉസ്താദ് മുമ്പ് അഹുദ് എന്നാ പറയുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അറബിയിൽ ഫത്ത് കസർ ഉണ്ടാക്കിയത് പിൽക്കാലത്താണ്. ഫത്ത് കസർ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഫത്ത് കസർ അതിൽ ഇല്ലായിരുന്നു ആദ്യകാലത്ത്. അഹദ്, മീമില്ലാത്ത അഹദ് എന്ന് പറഞ്ഞാൽ ആരാണ്? മുഹമ്മദ് നബിയിൽ അഹമ്മദിന്റെ മീമ് പോയാൽ അപ്പോ എവിടെ എത്തിയത്? അറബിൽ ഐന് പോയാൽ റബ്ബ്. അത് മാത്രമല്ല, നോക്കണം, പറയുന്ന ഭാഗം നോക്കണം. ഇത് കേട്ട് മുഹമ്മദിന് വേണ്ട സാധാരണക്കാരനായ CM മടവൂരിനെ പറ്റി എന്താ പുകഴ്ത്തി പറഞ്ഞത് നോക്കണം. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്താ? മടവൂരാണോ പടച്ചവൻ? മടവൂരാരാ പടച്ചവനാണോ ചോദിച്ചവനോട് ഈ ചൊല്ല്. അതെ അത് മടവൂരാണ്, ഞങ്ങളെ പടച്ചോനറിയണേ. കേട്ടിട്ടില്ലേ? വ്യക്തിയെ പറ്റി പറഞ്ഞ ആളുകൾക്ക് മുഹമ്മദ് നബിയെ പടച്ചോനാക്കാൻ പ്രശ്നമുണ്ടോ? എന്നിട്ട് ഹൂ അല്ലാ മടവൂര്, ഹൂ അല്ലാ മടവൂര്. ഒരു സാധാരണ ഒരു വ്യക്തി കോഴിക്കോട് മടവൂര് അവിടെ താമസിച്ച ഒരു വ്യക്തിയെ പടച്ചവനാണെന്ന് പറഞ്ഞ ആളുകൾക്ക് മുഹമ്മദ് നബിയെ പടച്ചവനാക്കോ ഇല്ലേ? നമ്മൾ പേടിക്കണ്ടേ സഹോദരങ്ങളെ? മാത്രമല്ല, പ്രയാസങ്ങൾ, സൃഷ്ടികളിൽ ഏറ്റവും ആദരണീയരായവരെ, മാലി മൻ അലൂദു ബിഹി, എനിക്ക് എന്താ അഭയമുള്ളത്? സിവാക, നിന്നെ കൂടാതെ, നിങ്ങളെ കൂടാതെ. ഞങ്ങൾ എന്താ പറയുന്നത്? അല്ലാഹുവേ നീയല്ലാതെ അഭയമില്ല, ഹസ്ബി അല്ലാഹ്. ഇവിടെ പറയുന്നതോ നബിയെ നിങ്ങളല്ലാതെ അഭയമില്ല, ഹസ്ബി അല്ലാഹ് എന്ന് പറയുന്നിടത്ത് എനിക്ക് മുഹമ്മദ് നബി എന്റെ ഹസ്ബി, മുഹമ്മദ് നബി എന്റെ ഹസ്ബിയ എന്ന രൂപത്തിൽ പറയുന്ന രൂപം. എന്നിട്ട് ഇന്ദ ഹുലൂലിൽ ഹാദിസിൽ അമിമി, വ്യാപകമായ ആപത്ത്, ഇന്ദ ഹുലൂൽ അത് ഇറങ്ങുമ്പോ, അൽ ഹാദിസ് അപകടങ്ങൾ വ്യാപകമായി, അമിമി വ്യാപകമായി ഇറങ്ങുമ്പോ എനിക്ക് നിങ്ങളല്ലാതെ ആരാ ഉള്ളത്? ഇത് ചോദിക്കുമ്പോ ഇത് ആരോടാ ചോദിക്കേണ്ടത്? ഇവിടെയാണ് റബ്ബിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തുന്നു എന്ന് പറഞ്ഞത്. ദുനിയാവും ദുനിയാവിലുള്ളതെല്ലാം ഉണ്ടല്ലോ, മുഹമ്മദ് നബിയെ നിങ്ങളുടെ ഔദാര്യമാണ്. അത് മാത്രമല്ല, ഈ ലൗഹുൽ അള്ളാഹുവിന്റെ കലമ് ഇതൊക്കെ നിങ്ങളുടെ അറിവിലുള്ളതാണ്. ആ അറിവിന്റെ കാരണത്താലാണെന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ അറിവും വിവരവും എല്ലാം മുഹമ്മദ് നബിയിലേക്ക് വളർത്തി കൊണ്ടുവന്ന് എത്തിച്ചു കൊടുക്കുന്ന ആളുകൾ സഹോദരങ്ങളെ റബ്ബിന്റെ സ്ഥാനത്തേക്ക് എത്തിക്കുകയാണ്. കക്കണം ഞങ്ങളുടെ ശൈഖോരേ, നോക്കണം ഞങ്ങളുടെ മടവൂരേ, ഉങ്ങളെ തുണയല്ലാതൊരു തണലും ഞങ്ങളിലില്ല പൊങ്കവരേ. ഈ പാടിയത് വ്യക്തിയെ പറ്റിയല്ലേ? പുകഴ്ത്തിയിട്ട് താങ്ങും തണലും നിങ്ങളാണെന്ന് പറഞ്ഞ ആളുകളെ ഞങ്ങൾ ഭയപ്പെടേണ്ടേ? ഒരു വ്യക്തിയുടെ അവസാന വാക്കെന്തായിരിക്കും? ഏറ്റവും ഭയപ്പെടുന്നത്
ആ കാര്യം പഠിയൂലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തിന്റെ വേളയിൽ ആയിഷ ഉമ്മയുടെ മടിലിൽ തല വെച്ചുകൊണ്ട് ചുണ്ടനങ്ങുന്നത് ആയിഷ ബീവി ശ്രദ്ധിച്ചു കേൾക്കുകയാണ്. എന്താ പേടിച്ചത്? ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറാ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. മുഹമ്മദ് നബി ഭയപ്പെട്ടതെന്താ? മുഹമ്മദ് നബി ഭയപ്പെട്ടതെന്താ? ജനങ്ങൾ ഖബറിടങ്ങൾ ആരാധനാ സ്ഥലമായി സ്വീകരിക്കും എന്നുള്ളതാണ്. ഇതാണ് മുഹമ്മദ് നബി ഭയപ്പെട്ടിട്ടുള്ളതായ ഒരു കാര്യം. ഇത്തരം ഭയം മുഹമ്മദ് നബി ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ ഇവർ പുകഴ്ത്തി ഞാൻ പറഞ്ഞല്ലോ, കുളിപ്പിച്ച് കുട്ടിയില്ലാണ്ടാക്കുക, പുകഴ്ത്തി മുഹമ്മദ് നബിയെ അള്ളാഹുവിന്റെ സ്ഥാനത്തിലേക്ക് എത്തിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ കാര്യത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നീട് പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നവരാണ് എന്ന് വിശ്വസിക്കുന്നവരും ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്നവരുമാണ് മുജാഹിദുകൾ. അവരുടെ അടുത്ത് നിന്നുകൂടാ, സംസാരിച്ചുകൂടാ. വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ ലെഫ്റ്റ് അടിക്കണം. കുടുംബസംഗമത്തിന് പോയിക്കൂടാ. ബഹിഷ്കരണം പണ്ടത്തെ ഒരു രീതിയായിരുന്നത്. മുഹമ്മദ് നബിയോട് മക്കത്തെ ഖുറൈശികൾ സ്വീകരിച്ച നിലപാട്. അദ്ദേഹം പറയുകയാണ്, മുഹമ്മദ് നബിയെ സാദാ എന്താക്കി? തെറ്റ് ചെയ്യുന്ന ആളാക്കിയെന്ന്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, തൂബൂ ഇലല്ലാഹി വസ്തഗ്ഫിറൂ, നിങ്ങൾ തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ നടത്തുക. വഇന്നി അതൂബു ഇലല്ലാഹി കുല്ല യൗമിൻ മിഅ മറ, ഞാൻ അല്ലാഹുവിന്റെ അടുത്ത് എല്ലാ ദിവസവും അക്സറ മിൻ 70 മറ, 70-ലധികം 100ഓളം ഞാൻ അസ്തഗ്ഫിറുല്ലാ പറയാറുണ്ട്. ഇത് വിവരിച്ചുകൊണ്ട് മഹാനായ ഉമർ മൗലവി റഹ്മഹുല്ലാഹ് അദ്ദേഹം എഴുതി, ഒരു തെറ്റും ചെയ്യാത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ഇത്രയും ഇസ്തിഗ്ഫാർ ഒരു ദിവസം നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ ഇസ്തിഗ്ഫാർ നടത്തണം. കുറ്റബോധത്തോടെ കൂടി മുഹമ്മദ് നബി അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി. അദ്ദേഹത്തിന്റെ എഴുത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തി, ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം രേഖപ്പെടുത്തി. എന്നാൽ വ്യാഖ്യാനിച്ചു കൊണ്ടുവന്ന പൗരോഹിത്യ വർഗം ജനങ്ങളെ തെറ്റിദ്ധരിക്കാൻ മുഹമ്മദ് നബി ഒരു ദിവസം 100ഓളം തെറ്റ് ചെയ്യുന്ന ആളാണ് എന്ന നിലക്ക് ജനങ്ങളെ തെറ്റിദ്ധരിക്കുന്ന രൂപത്തിലാണ് യഥാർത്ഥത്തിൽ ഇവിടെ പ്രത്യേകിച്ച് ജനങ്ങളെ പഠിപ്പിച്ചു കൊടുത്ത് ജനങ്ങളെ പ്രത്യേകിച്ച് അത്തരത്തിൽ ആളുകളോട് വെറുപ്പുണ്ടാക്കുന്ന രൂപത്തിൽ വ്യാഖ്യാനിച്ചു കൊണ്ടുവരുന്നത്. നമ്മൾ ഒരിക്കലും മുഹമ്മദ് നബിയെ കുറ്റക്കാരനായി തെറ്റ് ചെയ്യുന്നവരായി ചിത്രീകരിച്ചിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി മുജാഹിദുകളുടെ നിലപാട്, അദ്ദേഹം മുഹമ്മദ് നബി മഅസൂം എന്നുള്ളതാണ്. തെറ്റ് ചെയ്യാത്ത പാപ സുരക്ഷിതനാണ് എന്ന നിലക്കാണ്. ഈ പാപ സുരക്ഷിതനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളെ നമ്മൾ ഒരിക്കലും ഇത്തരത്തിൽ പാപം ചെയ്യുന്നവനാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല, പറഞ്ഞു കൊടുത്തിട്ടില്ല, അത്തരത്തിൽ വാദിച്ചിട്ടില്ല. ജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ളതായ തെറ്റായ രീതിയിലുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ വളർത്തിക്കൊണ്ടുവന്ന് പ്രബോധന ഈ സംരംഭത്തെ തടയാൻ വേണ്ടിയുള്ള വ്യാജശ്രമം അദ്ദേഹം നടത്തുകയാണ്. ഇനി മനസ്സിലാക്കണം, അദ്ദേഹം പറയുകയാണ്, ഏതെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ ലെഫ്റ്റ് അടിച്ചോളിയും, കാരണം പ്രസംഗങ്ങൾ ഇട്ടുതരും. ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രസംഗം കേട്ട പാട് ഇത്രയും ന്യൂനപക്ഷം, മുസ്തഫ നജാത്തി നേരത്തെ പറഞ്ഞു, ഇവിടെ തീരെ ഒരു ന്യൂനപക്ഷം പോലും ഇല്ലാത്ത ഈ പ്രദേശങ്ങളൊക്കെ, ഈ പ്രദേശങ്ങളിൽ 1-2 പ്രസംഗങ്ങൾ വെച്ച് SKSMന്റെ കീഴിൽ 1-2 പ്രസംഗങ്ങളോ മറ്റോ വെച്ച് കഴിയുമ്പോഴേക്കും ആളുകൾ അടുത്ത പ്രസംഗം എവിടെ, അടുത്ത ഇവരുടെ ഖുതുബ എവിടെ നടക്കുക, ക്ലാസ് എവിടെ നടക്കുക, ഇവരുടെ യൂട്യൂബ് ചാനൽ ഏതാ എന്ന് തേടി വരണമെങ്കിൽ ഞാൻ പറയുന്നു, ഒന്നെങ്കിൽ നിങ്ങളുടെ സ്ഥാപനങ്ങളും പ്രസംഗങ്ങളൊക്കെ ഒരു ചുക്കുനില്ല എന്നുള്ളതാണ്, ഒരു മൂല്യവുമില്ല എന്നുള്ളതാണ്. കാരണം മൂല്യമുള്ള ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കുന്ന ആദർശമുള്ള കഴമ്പുള്ള ഒന്നുള്ളത് കൊണ്ടല്ലേ ഇങ്ങോട്ട് വരുന്നത്? അതല്ലേ, ആദർശമുള്ളത് കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അതിനെ പോകണ്ട വരണ്ട എന്നല്ല. ജനങ്ങൾക്കിടയിൽ വാദങ്ങൾ ഉണ്ടെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുക, ഞങ്ങളും പഠിപ്പിച്ചു കൊടുക്കും. നിങ്ങളൊരു കാര്യം നടത്തിയാൽ അതേ രൂപത്തിൽ അതിന്റെ യഥാർത്ഥ വശം പറഞ്ഞു കൊടുക്കും. ആളുകൾ കേൾക്കട്ടെ, മനസ്സിലാക്കട്ടെ. അതിനിങ്ങനെ പറഞ്ഞ് ആളുകളെ ഭീതിപ്പെടുത്തുക, പണ്ടത്തെ ബഹിഷ്കരിക്കുക, ഖബർസ്ഥാനം തരൂല, കല്യാണത്തിന് കാലിയാർ വരൂല, നിന്റെ വീട്ടിക്ക് നിന്നെ കല്യാണത്തിന് ക്ഷണിക്കൂല, മരിച്ചാൽ നിന്റെ വീട്ടിക്ക് വരൂല, തെങ്ങിന്റെ കുടിയിൽ കൊണ്ടുപോയി നീ എന്താ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ പൂക്കണം,
ഈ രൂപത്തിലൊക്കെ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിക്കുന്ന കാലങ്ങളൊക്കെ പോയി. സഹോദരങ്ങളെ, അത്തരത്തിൽ വാദങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ കൃത്യമായ രീതിയിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ആളുകൾ സംസാരിക്കരുത്, ചിരിക്കരുത്, മറ്റു കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നു. എന്നാൽ ഇവരുടെ നേതാക്കൾ തന്നെ കാര്യമുണ്ടെങ്കിൽ ആളുകളുടെ അടുത്ത് പോയി, സുദൈസി പോലെയുള്ള മക്കയുടെ വലിയ വലിയ വഹാബികളുടെ അടുത്ത് പോയി തന്നെ കൈ മുസാഫഹത്ത് ചെയ്യുകയും നമുക്ക് അടുത്ത് നോക്കാൻ സാധിക്കും. ഫാറൂഖ് നഈമി ഇവരുടെ വലിയ നേതാവാണ്. അദ്ദേഹം കൈയും മറ്റും കൊടുത്ത് ജനങ്ങൾക്കിടെ സുദൈസിയുടെ കൈ കൊടുത്ത് ആലിംഗനം ചെയ്യുന്നതും സലാം പറയുന്നതും എല്ലാം ഉണ്ട്. പക്ഷേ ജനങ്ങൾക്കിടയിൽ അത് പറ്റൂല എന്ന് പറയുന്നത് ബാലിശമായ ഒരു കാര്യം മാത്രമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നാമുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളൊക്കെ കാത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ എല്ലാ വാദങ്ങൾക്കും പ്രമാണമുണ്ട്, പേടിക്കേണ്ടതില്ല. പ്രസംഗങ്ങൾ സെൻഡ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അദ്ദേഹം ഷെയർ ചെയ്യണം. അതും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്, നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു മൊബൈലിൽ നമ്മുടെ പ്രസംഗങ്ങളോ മറ്റോ വരുന്ന സന്ദർഭത്തിൽ അതുമായി ബന്ധപ്പെട്ട് പരമാവധി സപ്പോർട്ട് ഓൺലൈനായി നമ്മൾ നടത്തണം. ഒരു രൂപത്തിൽ ഷെയർ ചെയ്യുന്നത് കൊണ്ട് ഒരാളെങ്കിലും അത് കേൾക്കാൻ വകയുണ്ടായാൽ അത്തരത്തിൽ കേട്ട് തൗഹീദ് മനസ്സിലാക്കിയ ആളുകൾ ഈ സദസ്സിലുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, പരിശ്രമിക്കണം. അദ്ദേഹം പറഞ്ഞു, പാരമ്പര്യമുണ്ട്, തെളിവുണ്ട്. എന്നാൽ ലോകം നിയന്ത്രിക്കുന്നത് മടവൂർ ആണ് എന്ന് വിശ്വസിക്കുന്നതിന് എന്ത് ഖുർആനിലാ പാരമ്പര്യമുള്ളത്? ഏത് ഖുർആനിലാ തെളിവുള്ളത്? അതേ രൂപത്തിൽ ഖബർ കെട്ടി ഉയർത്തി അത് ജാറമുണ്ടാക്കൽ ഏത് ഖുർആനിലും സുന്നത്തിലാ ഉള്ളത്? അതേ രൂപത്തിൽ ഖബറിന്റെ അടുത്ത് നിലവിളക്ക് കത്തിക്കൽ ഏത് ഖുർആനിലാ പ്രമാണമുള്ളത്? പട്ടുകൊണ്ട് മൂടൽ എവിടെയാ തെളിവുള്ളത്? പുതിയങ്ങാടിയിൽ ആനച്ചവിട്ടി മരിച്ചില്ലേ? അതിനെപ്പറ്റി പറയുമ്പോഴാണ് അവിടെ നിന്ന് മറ്റൊരു പറയുന്നത്, ആന അത് ഞങ്ങൾ അനുവദിച്ചിട്ടില്ല, അത് ഹറാമാണ്. എവിടെയാണ് ഇവരുടെ ഏറ്റവും വലിയ നേതാവായിരുന്ന ഷാലിയാത്തി, അഹമ്മദ് ഷാലിയാത്തി, ചാലിയത്തുള്ള ആ പ്രദേശത്തുള്ള ഒരു മുഫ്തി കൂടിയായിരുന്നു. ഫത്വ കൊടുത്തത് എന്താണ്? ആനയോ മറ്റൊന്നും കുഴപ്പമല്ല എന്നുള്ളതാണ്. ആനക്കെന്താ കുഴപ്പമെന്ന് ചോദിച്ച മുഖാമുഖം പോലും നടത്തിയ ആളുകൾ, അണികളത് കേട്ട് റെക്കോർഡ് കേട്ട് നടത്തിയതാണ്. ഒരു അമുസ്ലിം സദസ്സിലേക്ക് വന്നവൻ ആന ചവിട്ടി വലിച്ചെറിഞ്ഞ് എന്നിട്ട് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു രംഗമാണ് ഉണ്ടായത്. പൂരത്തെ പോലും നാണിക്കുന്ന ഇത്തരത്തിലുള്ള ഏർപ്പാടുകൾ സകല പിന്തുണ നൽകുകയും എന്നിട്ട് ജനങ്ങൾ ചോദ്യം ചെയ്യുന്ന സന്ദർഭത്തിൽ അതിന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്ന രൂപം ശരിയല്ല എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ശബ്ദത്തിന്റെ പ്രശ്നം കൊണ്ടും അതോടൊപ്പം നിങ്ങൾ ഏറെ കാത്തിരിക്കുന്ന പ്രഭാഷകൻ എത്തിയത് കൊണ്ടും എനിക്ക് നൽകിയ സമയം അത് തീർന്നത് കൊണ്ടും നിർത്തുകയാണ്. സഹോദരങ്ങളെ, 1-2 കാര്യങ്ങൾ അവസാനം പറഞ്ഞ് നിർത്തുകയാണ്. 15ഓളം മസാലകൾ അദ്ദേഹം പറഞ്ഞത് എഴുതി വെച്ചിട്ടുണ്ട്. സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ നിർത്തുകയാണ്. പ്രബോധന ശൈലി ഞാൻ പറയട്ടെ, ഇത്തരം പ്രോഗ്രാമുകൾ ഒരല്പം കഴിയുമ്പോഴേക്കും ഇവിടെ പള്ളിയോ അല്ലെങ്കിൽ ആളുകൾ ഈ ആദർശത്തിലേക്ക് ആകൃഷ്ടരായി വരും. സദസ്സിന്റെ ഏറ്റവും ചുറ്റുമുള്ള മലാറും അതേ രൂപത്തിൽ തൊക്കോട്ട്, അതേ രൂപത്തിൽ ദേർലക്കട്ട, അതേ രൂപത്തിൽ ഉള്ള ആള്, ഈ ചുറ്റുള്ള ആളുകളെല്ലാം നമ്മുടെ അടുത്ത പ്രദേശങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സ്നേഹിതന്മാരിൽ പെട്ട ആളുകളെ കൈയും പിടിച്ച് സദസ്സിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്ന് സദസ്സിൽ നാം അവരെ കേൾപ്പിക്കണം. മാറ്റങ്ങൾ അവരിൽ ഉണ്ടാകും. അങ്ങനെയാണ് എസ്കെഎസ്എമ്മിന്റെ ചരിത്രം. ആളുകൾ ഇങ്ങനെ കൊണ്ടുവന്ന് സ്നേഹത്തോടെ ഇരുത്തി അവരെ പ്രഭാഷണങ്ങൾ കേൾപ്പിച്ചു. ഖുതുബക്ക് കൊണ്ടുവന്നു, ഇരുത്തി പ്രഭാഷണങ്ങൾ കേൾപ്പിച്ചു. ആളുകൾ മാറ്റമുണ്ടായി. അങ്ങനെ 4-5 പ്രഭാഷണം കഴിയുമ്പോൾ സ്ഥലം മേടിക്കണം, പിരിവ് നടത്തി. പിന്നീട് അതാ അവിടെ ചെറ്റക്കൂടുണ്ടാക്കി, ഒരു പള്ളി ഉണ്ടാക്കി. പിന്നീട് അതാ നിസ്കാരപ്പള്ളിയായി, പിന്നീട് ജുമാത്ത് പള്ളിയായി, മദ്രസയുണ്ടായി, ദഅവ കേന്ദ്രമായി. അവിടെ ആളുകളതാ അങ്ങനെ ദഅവയിൽ മുന്നേറി. എത്ര പ്രദേശങ്ങളുടെ ഉദാഹരണങ്ങളാണ് ഉള്ളത്. നമ്മൾ ഈ ആവേശം വിടരുത്. നമ്മളിപ്പോൾ എല്ലാം പിറകോട്ടായി. മുസ്തഫ നജാത്തി പറഞ്ഞ പോലെ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക, എല്ലാം ഉണ്ട്. വതവാസൗ ബിൽ ഹഖ്, ഹക്ക് പറഞ്ഞു കൊടുക്കുന്ന സദസ്സിൽ നമ്മളില്ല, സ്വബറുമില്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ ബന്ധങ്ങൾ വിട്ടുപോകുമെന്നുള്ളൊരു പേടിയാണ്. അത്തരം പേടി നമുക്കുണ്ടെങ്കിൽ നമ്മൾ നഷ്ടത്തിലാണ് എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ആരെയോ കുറ്റപ്പെടുത്താനോ മറ്റോ പറഞ്ഞതല്ല. ഇത്രയും വളരെയധികം മോശമായി നമ്മെ ചിത്രീകരിച്ചപ്പോൾ അതിനെപ്പറ്റി ഒന്ന് ശബ്ദിച്ചു എന്നുള്ളതേ ഉള്ളൂ. സഹോദരങ്ങൾ, നിഷ്പക്ഷമതികളായ സഹോദരങ്ങൾ ചുറ്റുഭാഗത്ത് ശബ്ദം കേൾക്കുന്നുണ്ടാകും. ആരെയും ആക്ഷേപിച്ചതല്ല, ഈ പറഞ്ഞത് ഹക്കാണ്. നിങ്ങളെ പറ്റിച്ചതാണ്. നിങ്ങളെ അദ്ദേഹം പ്രമാണമാണ് എന്ന് അറബി ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങളെ കബളിപ്പിച്ചതാണ്. യഥാർത്ഥ പ്രമാണങ്ങളിൽ ഈ പറയപ്പെട്ടതായ വാദങ്ങൾ ഇല്ല എന്ന് ഓർക്കുക. അദ്ദേഹം
സത്യത്തിലേക്കല്ല ക്ഷണിച്ചത്, അസത്യത്തിലേക്കാണ്. സത്യം പറഞ്ഞതാണ്. ഈ പറയപ്പെട്ട പ്രമാണങ്ങളോടൊത്തുള്ള പ്രമാണങ്ങളൊത്തുള്ള ദീനുൽ ഇസ്ലാം സ്വീകരിക്കുക. 2 പ്രഭാഷണങ്ങളും കേൾക്കുക. ആരാണ് ഹക്ക് പറയുന്നത്? അള്ളാഹു ബോധ്യപ്പെടുത്തി തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ സത്യം ബോധ്യപ്പെടുന്ന സത്യവിശ്വാസികളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനകല്ലാഹു വ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.